ഞാനും കുറച്ച് കഥകൾ ഉണ്ടെങ്കിൽ ഇന്റർവ്യൂ ഹിറ്റാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവനെ പോലെ ഇരിക്കുന്ന ആൾക്കാരുടെ ഒന്നും ഒരു ആവശ്യമില്ല. പോണം. അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? ഇതില്ലാത്ത വേറെ കുറെ ചാനലുകളുണ്ട്. അവിടെ ഇന്റർവ്യൂ ഹിറ്റ് ആവുന്നതിന്റെ കാരണം ആ ഇന്റർവ്യൂ എടുക്കുന്ന ഹോസ്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആളുടെ ചോദ്യങ്ങൾ നമ്മളെയാണല്ലോ മച്ചമ്പി. ആ നിനക്ക് ആ നിലവാരം ഉണ്ടെങ്കിൽ ആ നിലവാരം നിന്റെ ഇന്റർവ്യൂവിൽ ഉണ്ടാവും. മനസ്സിലായില്ലേ? ചോദിക്കട്ടെ. അല്ല നമ്മളെ ചൊറിയാമെന്നാ നമ്മൾ ഏറി മാന്തം. ഏറ്റവും ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന സിനിമകളുടെ സംവിധായകനായ ശ്രീനിവാസൻ, അദ്ദേഹം വിനീത് ശ്രീനിവാസന് കൊടുത്ത ഒരു ഉപദേശമുണ്ട് സ്ക്രീൻ പ്ലേയുമായി സംബന്ധിച്ച്. 15 നല്ല സീനുകൾ, നല്ലൊരു ക്ലൈമാക്സ് ഉണ്ടെങ്കിൽ നല്ലൊരു പടം നിനക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് ധ്യാൻ ചേട്ടൻ അങ്ങനെ കിട്ടിയ ഒരു ഉപദേശം, അല്ലെങ്കിൽ ധ്യാൻ ചേട്ടൻ മനസ്സിലാക്കിയ ഒരു സ്ക്രീൻ പ്ലേ ഹാക്ക് എന്താ? ഈ നിൽക്കുന്ന രാവണന്റെ തിരുവേനി സ്ക്രീൻ ഇതിപ്പോ മത്സരമല്ലല്ലോ, ഇതിന്റെ ചോദ്യമല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞത്, നീ നിന്റെ തൊഴിൽ നീ മറക്കും. എന്നോട് മത്സരിക്കാനല്ല നീ ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ളതും അല്ല ശരിക്കും സ്ക്രീൻ പ്ലേ ഹാക്ക് എന്താ? അങ്ങനെ ഒരു ഹാക്ക് എനിക്കറിയെങ്കിൽ ഓക്കെ. ആളെ വിളിച്ചിട്ട് ഇൻസൾട്ടർ ആക്കായി കൂട്ടിക്കൊണ്ടുവന്നിട്ട് വേദിയിൽ വിളിച്ച് ഇൻസൾട്ടർ ആക്കായി. ധ്യാൻ ചേട്ടൻ്റെ ഒരു ഓറ, ധ്യാൻ ചേട്ടൻ്റെ ഒരു കരിസ്മ, ധ്യാൻ ചേട്ടൻ്റെ ഒരു നന്മ, ഇതിനെ പറ്റി നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പറയാനുള്ളത്? അതെന്തിനാ ഇവിടെ പറയുന്നത്? അത് പാളിപ്പോയെന്ന് മനസ്സിലാക്കുമ്പോ കൂടെ ഒരു കൈ ഇങ്ങനെ വെച്ചിട്ട് നീ ഓക്കെ ആണോ അപ് കൈസെ ഹോ എന്ന് ചോദിക്കുന്ന അങ്ങനെ ഒരു തോൽവി എന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. അത് ഞാൻ സമ്മതിക്കില്ല. തോൽവിയല്ല, പക്ഷെ എല്ലാ തീരുമാനവും തെറ്റായിരുന്നു. ആദ്യത്തെ 10 കൂട്ടാൻ ചോദിച്ചു, നീ എന്തെങ്കിലും കാണിച്ചു. ചേട്ടാ അപമാനിച്ചു കഴിഞ്ഞെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. തോൽവി അത് സ്ഥിരമാകുമ്പോൾ അതൊരു അതൊരു പുതിയ കാര്യമാകുമ്പോഴല്ലേ ഉള്ളൂ. ഇന്നിനി വയ്യ, നാളെ വന്നും ബാക്കി വാങ്ങിച്ചോളാം. മല്ലയാ ഞാൻ പോകണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ.